ഒരുപാട് സന്തോഷമുണ്ട് ഈ പ്രഭാതത്തിൽ പൂർണ്ണ പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ച ആഷാ മേനോൻ്റെ അലയാഴി ഹിമസ്ഥലി സമസ്ഥലി എന്ന പുസ്തകം അതിനെ ഒരു വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പരിചയപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കാൻ അവസരം ലഭിച്ചതിൽ മണ്ണാർത്തരാജനോട് അതിനുള്ള നന്ദി ആദ്യമേ രേഖപ്പെടുത്തുകയാണ്. യാത്രാവിവരണ ശാഖ എണ്ണം കൊണ്ട് മലയാളത്തിൽ ഒരുപാട് സമ്പന്നമാണ്. എന്നാൽ പലതും എത്രമാത്രം ഗൗരവത്തോടെ കൈകാര്യം ചെയ്യുന്ന ഒന്നാണ്. പ്രത്യേകിച്ച് ഞങ്ങളെപ്പോലുള്ളൊരു പ്രസാധന സ്ഥാപനത്തിനറിയാം, മാസത്തിൽ 1-2 യാത്രാവിവരണം എങ്കിലും പ്രസിദ്ധീകരിക്കാനായിട്ട് എഴുത്തുകാർ താല്പര്യമെടുത്തും ഒക്കെ വരുന്നുണ്ട്. അതിൽ പലതും വായിച്ചു കഴിയുമ്പോൾ വളരെ സങ്കടം തോന്നുന്ന, കാരണം യാത്രാവിവരണം എന്നാൽ എന്താണ് എന്നുള്ളതിന് ഞങ്ങൾ തീവണ്ടി കയറിയോ അല്ലെങ്കിൽ വിമാനം കയറിയോ പോകുന്നതിൽ തൊട്ട് തുടങ്ങുന്ന വളരെ വിരസവും അരോചകവുമായ യാത്രാവിവരണ ശാഖയിൽ തന്നെ പക്ഷേ വളരെ സജീവമായിട്ടുള്ള വളരെ ശ്രദ്ധേയമായിട്ടുള്ള യാത്രാവിവരണത്തിൻ്റെ ഒരു ചരിത്രം മലയാളത്തിനുണ്ട് എന്നുള്ളത് വിസ്മരിച്ചുകൊണ്ടല്ല ഇത് പറയുന്നത്. ഹിമാലയത്തിൻ്റെ ഇത് ഒരു യാത്രാവിവരണ ഗ്രന്ഥമെന്ന നിലയിൽ ഹിമാലയത്തിൻ്റെ മാത്രമല്ല, അതിൻ്റെ തലക്കെട്ട് പറയുന്നത് പോലെ തന്നെ അലയാഴി ഹിമസ്ഥലി സമസ്ഥലി എന്ന പല വിഭാഗത്തിലുള്ള യാത്രകളിലൂടെ കടന്നു പോകുന്ന ആഷാ മേനോന് മാത്രം മലയാളത്തിൽ സാധ്യമായിട്ടുള്ള ഒരു രചനാരീതിയിൽ വിരചിതമായൊരു പുസ്തകമാണ് ഇത്. ഇപ്പോൾ ഹിമാലയ യാത്രാവിവരണങ്ങൾ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ വിപണി മൂല്യമുള്ള ഒന്നാണ് ഹിമാലയ യാത്രാവിവരണങ്ങൾ. മലയാളത്തിൽ തന്നെ ചുരുങ്ങിയതൊരു 50 ഹിമാലയ യാത്രാവിവരണമെങ്കിലും നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. പക്ഷെ വളരെ പ്രസക്തമായിട്ടുള്ള യാത്രാവിവരണങ്ങൾ, അത് ഒന്നിനൊന്ന് വ്യത്യസ്തമായിട്ടുള്ള രചനാരീതിയും ആഖ്യാന ശൈലിയും ഒക്കെ സ്വീകരിച്ചിട്ടുള്ള തപോവന സ്വാമികളുടെ ഹിമഗിരി വിഹാരം പോലെ, അതുപോലെ തന്നെ ആദ്യത്തെ ഹിമാലയ യാത്രാവിവരണമെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന കെ മാധവനാരുടെ ഒരു ഹിമാലയ യാത്ര പോലെ, എം കെ രാമചന്ദ്രൻ്റെ ഹിമാലയ യാത്രാ പരമ്പര പോലെ, ഒട്ടും ഒരു ആത്മീയവാദിയല്ലാത്ത രാജൻ കാക്കനാടൻ്റെ ഹിമാലയത്തിൻ്റെ മുകൾ തട്ടിൽ പോലെ, എസ് കെ പൊറ്റക്കാടിൻ്റെ ഹിമാലയ സാമ്രാജ്യത്തിൽ പോലെയൊക്കെയുള്ള എടുത്തു പറയാവുന്ന യാത്രാവിവരണങ്ങൾ നമ്മുടെ എടുത്തു പറയാനായിട്ട് സാധിക്കും. ഇപ്പോൾ വേദിയിലുള്ള ഒ.കെ. ജോണി യാത്രാവിവരണത്തിൽ വളരെയേറെ ശ്രദ്ധേയമായ രചനകൾ നടത്തിയിട്ടുള്ള ആൾ കൂടിയാണ്. പക്ഷേ പലപ്പോഴും ഒരു ഹിമാലയ യാത്രാവിവരണങ്ങളിലൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ള, ഇതെല്ലാം തേടിപ്പിടിച്ച് വായിക്കുന്ന ഒരാളാണ് ഞാൻ, എനിക്ക് തോന്നിയിട്ടുള്ളൊരു പ്രശ്നം പലപ്പോഴും മതാതീതമായ ഒരു മതത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ആത്മീയത ക്രമത്തിലധികം കടന്നു വന്ന് പലപ്പോഴും ആ ഒരു രചനയുടെ മൗലികതയെ വല്ലാതെ നശിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിപ്പെടുന്നതായിട്ട് തോന്നുന്നു. വളരെ ശ്രദ്ധേയമായിട്ടുള്ള രചനകൾ പോലും വായിച്ചു വന്നു കഴിയുമ്പോൾ ഒരൊറ്റ ഉദാഹരണം മാത്രം ഞാനിവിടെ പറയാൻ സൂചിപ്പിക്കുകയാണ്. ഒരു ഹിമാലയ യാത്രാവിവരണം, വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഹിമാലയ യാത്രാവിവരണമാണ്. അത് ഒരു സ്ഥലത്ത് എത്തിയതിന് ശേഷം അവർ പിറ്റേന്ന് ഒരു ക്ഷേത്ര ദർശനത്തിന് പദ്ധതിയിടുന്നു. ക്ഷേത്ര ദർശനത്തിന് പദ്ധതിയിട്ട് അന്ന് രാവിലെ ഇവരെല്ലാവരും കൂടി ആ ക്ഷേത്ര ദർശനത്തിന് പോവുകയും പലവിധ തടസ്സങ്ങൾ നേരിട്ടുകൊണ്ട് ആ ദർശനം സാധ്യമാകാതെ വരികയും ചെയ്തു. അതിനെ ആ യാത്രാവിവരണകാരൻ അതിനൊരു കാരണം കണ്ടെത്തുന്നത് അവരുടെ ആ ടീമിലുള്ള ഒരു സ്ത്രീക്ക് മാസമുറ സംഭവിച്ചു, അതുകൊണ്ടുള്ള അശുദ്ധി കൊണ്ടാണ് ആ ക്ഷേത്ര ദർശനം സാധ്യമാകാതെ പോയതെന്ന് വളരെ ആധികാരികമായി എഴുതിയപ്പോൾ സത്യത്തിൽ അത് വായിക്കുമ്പോൾ നമുക്ക് അതുവരെ നല്ല പാരായണക്ഷമതയോടുകൂടി എഴുതിയ ഒരു ഹിമാലയ യാത്രാ വിവരണത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു വല്ലാത്ത ചില നമുക്ക് പ്രതിലോമകരമെന്നൊക്കെ പറയാൻ പറ്റുന്ന ചില കടന്നു വരുന്നത്. ഈ ഒരു പുസ്തകം എന്ന് പറയുന്നത് ഇപ്പോൾ പൂർണ്ണ പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിക്കുന്ന 4ാമത്തെ പുസ്തകമാണ് ഇത്. ഭവസാഗരം, പയസ്വിനി, ഉത്തരേന്ത്യൻ ഗ്രീഷ്മത്തിലൂടെ എന്നീ പുസ്തകങ്ങൾ പ്രിയപ്പെട്ട ആഷാ മേനോൻ പൂർണ്ണയ്ക്ക് ചെയ്യാനായി സന്തോഷപൂർവ്വം തരികയും അതിനുശേഷമാണ് ഈ പുസ്തകം. ഈ പുസ്തകം വളരെ വ്യത്യസ്തമാകുന്നത്, ഇത് ആൻഡമാൻ മുതൽ അജന്ത വരെ നീളുന്ന, ഹിമാലയത്തിലൂടെയൊക്കെ കടന്ന് അജന്ത വരെ നീളുന്ന 9 യാത്രകളുടെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ആഖ്യാനം എന്ന നിലയിലാണ്. എൻ്റെ തലക്കെട്ടുകൾ തന്നെ നമുക്ക് ആഷാ മേനോൻ, അദ്ദേഹത്തെ ഞാനൊക്കെ പഠിക്കുന്ന കാലത്താണ് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ ആദ്യമായിട്ട് എൻ്റെ എറണാകുളം ജില്ലയിലെ കണയന്നൂർ ഗ്രാമീണ വായനശാലയിൽ നിന്ന് എടുത്ത് വായിക്കുന്നത്. ഹെർബേറിയവും അടരുന്ന കക്കകളും പോലുള്ള, സത്യം പറഞ്ഞാൽ ആദ്യമൊക്കെ വായിച്ചു കഴിഞ്ഞപ്പോൾ അത് പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളാനുള്ള ഒരു ഭാഷാ പ്രാവീണ്യമില്ലാതിരുന്നതുകൊണ്ട് പലപ്പോഴും വായിച്ച് മുഴുമിപ്പിക്കാൻ പറ്റാത്ത ഒരു രചനാരീതി എന്ന രീതിയിൽ മാറ്റിവെക്കുകയും, പിന്നെ ഏറ്റവും രസകരമായി തോന്നിയത് ഞാൻ എഴുതിയ ഒരു PSC പരീക്ഷയ്ക്കാണ്. ഒരു PSC പരീക്ഷയ്ക്ക് ഒരു ചോദ്യം വന്നു, തൂലികാനാമങ്ങൾ ചോദിച്ചതിൽ ആഷാ മേനോൻ എന്ന തൂലികാനാമത്തിൽ എഴുതുന്ന ആളുടെ ശരിയായ പേരെന്താണ് എന്നുള്ളൊരു ചോദ്യം വന്നു.
അത് എനിക്ക് അന്ന് ഉത്തരം എഴുതാൻ സാധിച്ചില്ല. പക്ഷേ പിന്നീട് ഞാൻ അതിൻ്റെ ഉത്തരം അന്വേഷിച്ച് വന്നപ്പോൾ എനിക്ക് ഏറ്റവും രസകരമായി തോന്നിയത് കെ ശ്രീകുമാർ, അതായത് എൻ്റെ പേരും ഇനിഷ്യലുമുള്ള കെ ശ്രീകുമാർ എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പേര് എന്നുള്ളൊരു ഉത്തരം കണ്ടെത്തുകയും അങ്ങനെ ഒരു അടുപ്പം, ഒരിക്കലും കണ്ടിട്ടില്ലാത്ത പുസ്തകങ്ങളിലൂടെ മാത്രമുള്ള ഒരു അടുപ്പം ഉണ്ടാവുകയും പിന്നീട് എൻ്റെ ഒരു ബിരുദാനന്തര സമയത്തൊക്കെ ആഷാമേനോൻ എന്ന എഴുത്തുകാരൻ്റെ ലേഖനങ്ങളായാലും യാത്രാവിവരണങ്ങളായാലും ഒക്കെ തന്നെ വളരെ വ്യത്യസ്തമായൊരു ഗദ്യരചനാ ശൈലിയിലൂടെ, യാത്രാവിവരണം എന്ന് പറയുന്നത് പലപ്പോഴും അത് എനിക്ക് എടുത്തു പറയാൻ സാധിക്കുന്നത് ഒരു അത്രമേൽ മതാധിഷ്ഠിതമായ ഒരു ആത്മീയ ചിന്തയൊന്നുമല്ല അദ്ദേഹത്തിൻ്റെ രചനകളിൽ. അതേസമയം തന്നെ ഒരു ധ്വനിസാന്ദ്രമായ ഒരു ആത്മീയത അതിൻ്റെ അടരുകളിലൊക്കെ സൂക്ഷിച്ചുകൊണ്ടുള്ള എഴുത്തിൻ്റെ രീതിയാണ്. ഈ ഒരു പുസ്തകങ്ങളിലുള്ള 9 രചനകളുടെ തലക്കെട്ട് തന്നെ വളരെ ഹൃദ്യമായിട്ടുള്ളതാണ്. ആൻഡമാനിലെ നീലഹരിത ജലരാശി, ഓരോ വൃക്ഷവും ഓരോ സംജ്ഞകൾ, പ്രദോഷ ജ്യോതിസിൽ കിന്നര കൈലാസം, സരഹാനിലെ പ്രസാദം, ധ്യാനാർദ്ധ സന്നിഭം ഈ ശിരസ്, ഹിമവടിവിൽ ഈ പുരാതന ലിപി, മറാഠ മണ്ണിൻ്റെ ആഗ്നേയം, ശിലാവിസ്മയങ്ങളുടെ അജന്ത എല്ലോറ വഴികൾ, ബസാൾട്ട് ശിലകളിലെ ബുദ്ധ നയനങ്ങൾ എന്നിലാണ് അതിൻ്റെ ഹെഡിങ്, അതിൻ്റെ തലക്കെട്ട് എന്ന് വരുന്നത്. ഈ യാത്രകളുടെ തുടക്കത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു ആമുഖക്കുറിപ്പ് പോലെ എഴുതുന്നുണ്ട് ഒരു കവിത തന്നെ. അലകളല്ല കടൽ, പക്ഷേ അലകൾ ഒഴിഞ്ഞ് കടലില്ല. മഞ്ഞല്ല കൈലാസം, പക്ഷേ മഞ്ഞൊഴിഞ്ഞ് കൈലാസമില്ല. ബസാൾട്ട് ശിലകളല്ല മറാഠ, പക്ഷേ ബസാൾട്ട് ശിലകൾ ഒഴിഞ്ഞ് മറാഠയില്ല എന്നൊരാമുഖത്തോടു കൂടിയാണ് ഈ രചനകൾ വരുന്നത്. ഹാവ്ലോക്ക് ദ്വീപിലെ സമുദ്രശയയും ക്രൂരതയുടെ സമുച്ചയത്തെ അനശ്വരീകരിച്ച സെല്ലുലാർ ജയിലുമൊക്കെ അനുഭവങ്ങളിലൂടെ വായനക്കാരിലേക്ക് നേരിട്ടെത്തിക്കുന്ന ആൻഡമാൻ ദ്വീപുകളിലൂടെയുള്ള യാത്രയാണ് ഇതിൻ്റെ തുടക്ക ലേഖനം എന്ന് പറയുന്നത്. ഹിമാചലിലെ ബാർമോറിൽ നിന്ന് ഹഡ്സണിലേക്കും അവിടെ നിന്ന് ഡാൻജോ വഴി മണിമഹേഷ് കൈലാസിലേക്കുമുള്ള യാത്ര, ചമ്പ സുവർണക്ഷേത്രം, കുരുക്ഷേത്ര, ബ്രഹ്മ സരോവർ എന്നിവയിലൂടെയുള്ള ഒരു രസകരമായ അക്ഷര സഞ്ചാരമാണ് രണ്ടാമത്തെ ലേഖനം. ഷിംലയിലെ ഗംഭീരമായ ഹനുമാൻ പ്രതിഷ്ഠയും കുംഫ്രിയിലെ കുതിരസവാരിയും ആദിവാസികളുടെ കൽപ്പഗോത്ര ഗ്രാമവും കിന്നർ കൈലാസ ശൃംഗങ്ങളും ഇന്ത്യയിലെ അവസാനത്തെ ഗ്രാമമായ ചിത്കൂളും ബിയാസ് നദിയിലെ ജലകേളി സുഖമറിയാൻ അടൽ ടണൽ വഴിയുള്ളൊരു യാത്രയും അടുത്ത ലേഖനത്തെ വളരെ അർത്ഥസാന്ദ്രമാക്കുന്നു. 51 ശക്തിപീഠങ്ങളിലൊന്നായ സരഹാനിലെ ഭീംകാളി ക്ഷേത്രം, ദേവദാരു വൃക്ഷത്താൽ പൂർണ്ണമായും നിർമ്മിതമായ ഭീംകാളി ക്ഷേത്രത്തിലൂടെയുള്ള യാത്രയാണ് തുടർന്ന് വരുന്നത്. ധ്യാനാർദ്ര സന്നിഭം ഈ ഹിമസരസ് എന്നത് അഭിനവഗുപ്തൻ്റെ ദേവിയായ ഗുഹാസ്വരൂപിണി വൈഷ്ണവദേവി അല്ലെങ്കിൽ കാശ്മീര ത്രിപുരേശ്വരി എന്ന് പ്രശസ്തയായിട്ടുള്ള വൈഷ്ണവദേവി ക്ഷേത്രത്തിലേക്കുള്ള യാത്ര, അവിടെ നിന്ന് ശ്രീനഗറിൻ്റെ ഹിമനിർഭരമായ കാഴ്ചകളിലേക്ക്, കുങ്കുമപ്പൂവിൻ്റെ വശ്യതയിലേക്ക്, ദാൽ തടാകത്തിലെ യാത്രയെക്കുറിച്ച് ഞാനൊക്കെ പോയ ഒരു സ്ഥലം കൂടിയാണ് കാശ്മീർ. അപ്പോൾ അതിൽ ദാൽ തടാകത്തിലൊരു യാത്രയെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് അഗാധമായ സ്വൈര്യത്തിലേക്ക് തുഴഞ്ഞു പോകുന്ന അനുഭവം, ധ്യാനാർദ്ര സന്നിഭമായ ജലധി നമ്മെ അനുഗ്രഹിക്കുന്നത് പോലെ എന്നാണ് ദാൽ തടാകത്തിലെ യാത്രയെക്കുറിച്ച് അദ്ദേഹം എഴുതുന്നത്. ആദിശങ്കരൻ്റെ പേരിൽ പ്രശസ്തമായ ശിവക്ഷേത്രം, ഗുൽമാർഗിലെയും സോനാമാർഗിലെയും സുഖവാസ കേന്ദ്രങ്ങൾ, ഹിമശയ്യകൾ എന്നിവ ആ ലേഖനത്തെ വളരെ വായനാക്ഷമമാക്കുന്നു. ഹിമവടിവിൽ ഈ പുരാതന ലിപി 5 രാപ്പകലുകളിൽ ഹിമശീർഷങ്ങളിലേക്കുള്ള പ്രയാണമാണ്. ശുഭ്രനീലിമയിൽ തെളിയുന്ന ആദികൈലാസം, ശുഭ്രാധിക്യത്താൽ പ്രശോഭിതമായ ഓങ്കാരപർവ്വതം എന്നിവ യാത്രികൻ്റെ മനസ്സിലൂടെ വായനക്കാരിലേക്ക് എത്തിച്ചേരുന്നു. കാളേശ്വരിലെ ഭസ്മാരതി, ത്രയംബകേശ്വരിയിലെ ജ്യോതിർലിംഗ ക്ഷേത്രം, ഷിർദിയിലെ ഈറൻ രാത്രി എന്നിവ മറാഠ യാത്ര, മഹാരാഷ്ട്ര യാത്രയിലെ നമുക്ക് പരിചിതമാക്കി തരുന്നുണ്ട്. അജന്ത എല്ലോറയിലെ കാഴ്ചകളാണ് പിന്നീടുള്ള 2 ലേഖനങ്ങളിലൂടെ, 2 യാത്രാവിവരണങ്ങളിലൂടെ അദ്ദേഹം നമ്മുടെ കൈകളിലേക്കൊക്കെ എത്തിക്കുന്നത്. ഈ പുസ്തകം ആദ്യ വായന എന്ന നിലയിൽ ഞാൻ വായിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ശരിക്കും പറഞ്ഞാൽ ഈ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ സന്ദർശിച്ചതുപോലെ, എനിക്കറിയാവുന്ന ഒരു യാത്രികനുണ്ട്, ഒരു അധ്യാപകനാണ്, റിട്ടയർ അധ്യാപകനാണ്. മൊത്തം 132 രാജ്യങ്ങൾ സന്ദർശിച്ച ആളാണ്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും സന്ദർശിച്ച ആളാണ്. എല്ലാം റിട്ടയർ ചെയ്തതിന് ശേഷമാണ് എന്നുകൂടി ഓർക്കണം. റിട്ടയർ ചെയ്തതിന് ശേഷം അദ്ദേഹത്തിൻ്റെ വരുമാനം മുഴുവൻ യാത്രകൾക്ക് വേണ്ടി മാറ്റിവെച്ചു. പക്ഷേ അദ്ദേഹത്തോട് ഒരിക്കൽ സംസാരിച്ചപ്പോൾ ഒരക്ഷരം പോലും അദ്ദേഹം യാത്രയെക്കുറിച്ച് എഴുതിയിട്ടില്ല. കാരണം യാത്ര ചെയ്യുക എന്നത് മാത്രമാണ് എൻ്റെ കർമ്മം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് എന്ന് പറഞ്ഞൊരു സാധനമാണ്. അങ്ങനെ എല്ലാ യാത്രികർക്കും, ഇപ്പോൾ ഞാൻ തന്നെ യാത്ര ചെയ്ത സ്ഥലങ്ങൾ കുറേയുണ്ട്. ഒരു 13ഓളം ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ട്. ഒരു 8-10 രാജ്യങ്ങളിലും യാത്ര ചെയ്തിട്ടുണ്ട്, യൂറോപ്പിലടക്കം. പക്ഷേ ആ യാത്ര ആസ്വദിക്കുക എന്നുള്ളതല്ലാതെ അതിനെ ഒന്ന് കുറിച്ച് വയ്ക്കുക എന്നുള്ള അത് ചിലർക്ക് മാത്രം സാധ്യമായ ഒന്നാണെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ആ യാത്രയിൽ അനുഭവിച്ച അനുഭവങ്ങളെ, യാത്രയിലെ ഓരോ ചലനങ്ങളെയും അനുഭൂതികളെയും
വായനക്കാരിലേക്ക് അതേ തീവ്രതയോടുകൂടി, അതേ ആർദ്രതയോടുകൂടി, അതേ സാന്ദ്രതയോടുകൂടി എത്തിക്കാനുള്ള ഒരു കഴിവ് എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമാണ്. അത് ആർജിച്ച, എനിക്ക് തോന്നുന്നു, മലയാളത്തിലെ തൻ്റേതായ ഒരു രചനാപാത തിരഞ്ഞെടുത്ത എഴുത്തുകാരനാണ് ആഷാമേനോൻ എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ 4ാമത്തെ പുസ്തകവും പൂർണ്ണ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഒരു തുടക്കത്തിൽ പത്മദാസ് എന്ന് പറയുന്ന പ്രിയപ്പെട്ട കവി വാക്കുപൂത്തതിൻ ഗന്ധം എന്ന പേരിലൊരു ചെറിയ കവിത കൂടി അതിൽ ചേർത്തിട്ടുണ്ട്. അതിങ്ങനെയാണ് അവസാനിക്കുന്നത്: നിന്റെ മൗനത്തിൻ്റെ ധ്യാനവൽമീകമുടയുമ്പോൾ അതിൽ നിന്നുയിർക്കൊള്ളൂ വെള്ളിൽ കിളിപ്പറ്റങ്ങൾ, ഒന്നല്ല 100,000. ഹിമവത് പ്രാന്തത്തിലെ നിശ്ചല തടാകത്തിൻ കരയിലുയരുന്ന വെൺമരാളങ്ങൾ നിന്റെ വാക്കുകൾ, അവ വാനിൽ ചക്രവാളങ്ങൾ താണ്ടിപ്പറന്നു പൊങ്ങിയിടട്ടെ. സഹസ്രദളപത്മം തൻ കൊക്കിൽ വഹിച്ചുകൊണ്ടെത്രയോ കാതം ദൂരെ സ്വർഗംഗാപഥത്തോളം. ഈ എഴുത്തുകാരൻ ഇനിയും തൻ്റെ മാന്ത്രികമായ, തൻ്റെ വശ്യമായ, തൻ്റെ അസാധാരണമായ വാഗ്ധോരണിയാൽ യാത്രകളുടെ ആനന്ദം മലയാളി വായനക്കാരിലേക്ക് അനുസ്യൂതം പ്രസരിപ്പിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പുസ്തകം പൂർണ്ണയ്ക്ക് പ്രസിദ്ധീകരിക്കാനായി നൽകിയതിൽ ഒരിക്കൽ കൂടി നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.